കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ അടിപൊളി സ്റ്റോറിയൊക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ ഡബിൾ സൂപ്പർ. വളരെ നന്നായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. തലവർ ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഒരു എല്ലാ മതത്തിനെയും ഒന്നു ചേർത്തിട്ട് മതസൗഹാർദ്ദത്തെ വളർത്തിയിരുന്ന തലവർ നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. വളരെ വേറെ ഒരു സൂപ്പർ. ഒരു പ്രാവശ്യം കാണാം. നല്ല സിനിമ, നല്ല എന്താ പറയുക, ഒരു നല്ലൊരു കുടുംബ പടവും ഒരു ലേഡീസ് ഫാമിലിക്കും എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. രജനീകാന്ത് തലവറ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത കാലത്ത് ഇങ്ങനത്തെ സിനിമ രജനീകാന്തിന്റെ ഇറങ്ങിയിട്ടില്ല, വന്നിട്ടേ ഇല്ല. അടിപൊളി. വിചാരിച്ച മാതിരി പടമല്ല ലാൽ സലാം എന്ന് പറഞ്ഞ പടം. രജനീകാന്തിന്റെ പടത്തിൽ വെച്ചിട്ട് ഒരു വ്യത്യാസമായിട്ടൊരു പടമാണ് ഈ പടം. മതസൗഹൃദമായിട്ട് ഒരിതും അതിൽ ചേർത്തിട്ടില്ല. പടം അത്രയും ഹിറ്റ്. രജനീകാന്ത് മോഹം കണ്ടാൽ മതി. നമ്മൾക്ക് എന്റെ സൂപ്പർ സ്റ്റാർ ലോകത്ത് അത് സ്റ്റാർ കണ്ടാൽ മതി. സൂപ്പറായിട്ട് പടം സൂപ്പറായിട്ടുണ്ട്. മറ്റേ നന്നായിട്ടുണ്ട് പടം, നന്നായിട്ടുണ്ട്. ഫാമിലി പടം സൂപ്പറായിട്ടുണ്ട്. പടം അടിപൊളിയായിട്ട്. രജനീകാന്ത് കാണാനും കണ്ടുകൊണ്ടിരിക്കാനും നല്ല പടം. അടിപൊളി. ജയിലറിന് ശേഷം സൂപ്പറായിട്ടുണ്ട്. നല്ല ക്ലൈമാക്സ്, നല്ല പടം, സൂപ്പറായിട്ട്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഈ അത്യാവശ്യമാണ് ഈ സിനിമ മാക്സിമം എല്ലാവരും കാണണം, നല്ല സപ്പോർട്ട് ചെയ്യണം. നല്ല മെസ്സേജ് ഉണ്ട്. തലവറിൻ്റെ 1-2 ഡയലോഗ് ആണെങ്കിൽ തലവർ പറയുന്നത് പക്കാവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് സംഭവം എല്ലാവരും കാണണം. മതമല്ല വലുത്, മനുഷ്യനാണ് വലുതെന്നത് എല്ലാവരും അറിയണം. നല്ലൊരു മെസ്സേജാണ് തലവർ പറഞ്ഞിരിക്കുന്നത്. ഒരു മതത്തിനുപരി ഈ സിനിമ എങ്ങനെയാണെന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നുള്ള ജനങ്ങൾ കണ്ടറിയണം. മതസൗഹാർദ്ദം കറക്റ്റായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ഫിലിമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഫിലിമാണ്. കണ്ടിരിക്കണം, എല്ലാവരും കണ്ടിരിക്കണം തീർച്ചയായിട്ടും. രജനിയെ കൊണ്ട് പറയിപ്പിച്ചത്, തലവറിനെ കൊണ്ട് പറയിപ്പിച്ചത് വളരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. തലവർ എന്നും ആര് വന്നോ ഇല്ലയോ ഞങ്ങൾക്ക് തലവർ രജനി തന്നെയാണ്. നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു പടമായിരുന്നു. ഈ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് മീതെ നമ്മുടെ ജാതിമത ഭേദമന്യേ എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ജീവിക്കണം എന്നാണ് ആ പടം അതിലൂടെ കാണിക്കുന്നത്. എന്നും അത് തന്നെയാണ് നമുക്ക് ആവശ്യവും. ഇപ്പം ഇങ്ങനെ പോലെയുള്ളവരൊക്കെ, അദ്ദേഹത്തിനെ പോലെ സൂപ്പർ സ്റ്റാറെ പോലെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും മതേതരത്തിന് കാണിക്കുന്ന മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഒരുമിച്ച് വാഴേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നത്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മന്ത്രം ലാൽ സലാം തന്നെയാണ്. അവർക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു മുദ്രാവാക്യം ലാൽ സലാമാണ്. മന്ത്രമല്ല, മുദ്രാവാക്യമല്ല, മന്ത്രം. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ച് പറയേണ്ട ഒരേ ഒരു വാക്യം അതേ ഒന്നേ ഉള്ളൂ, ലാൽ സലാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നുമല്ല, ഇന്ത്യൻ. അതാണ് ഈ പടത്തിൻ്റെ ഉദാഹരണം. സൂപ്പർ സ്റ്റാർ കലക്കിയിട്ടുണ്ട്. ജാതി മതം ഒന്നുമില്ല. തലവറിന് ആരും സംഗീതം പറയാൻ പാടില്ല. അമ്മാതിരി കലക്കിയിട്ടുണ്ട്. മുടിഞ്ച മോദിപ്പാർ ഇല്ലെന്ന ഓടിപ്പാർ. ഇത് എപ്പി ഇருக்கு ഓറ്റാ. ഞാനൊരു ഇന്ത്യനാണ്, ജാതി മതമില്ല, എല്ലാ ജാതിക്കാരും ഒന്നാണ്. അതാണ് ഞങ്ങളുടെ തലവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങൾ രജനി ഫാൻസിന് പറയാനുള്ള, രജനി തലവറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പടം ഒരു മതം, നാം വലിയ മതമാണ്, നീ ചെറിയ മതം ഒന്നുമല്ല, എല്ലാ മതം ഒന്ന്. അതാണ് സൂപ്പർ സ്റ്റാർ തലവർ തന്നെ കലക്കി അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ലാൽ സലാം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിൽ ഐശ്വര്യ രജനീകാന്ത് ഡയറക്ഷൻ, ആ സ്ക്രിപ്റ്റിൽ ബേസ് ചെയ്ത പവർഫുൾ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന ആക്ടർ, നടൻ എല്ലാം കൊണ്ടും സൂപ്പർ. എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന രജനി സാർ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൂടെ സൂപ്പറായിട്ട് വന്നിട്ടും ഈ ഒരു ലാൽ സലാം എന്ന സ്ക്രിപ്റ്റ് സൂപ്പറായി വന്നത് വളരെ സന്തോഷകരമാണ്. അടിപൊളി ഫിലിം കേട്ടോ. പോയി സൊല്ല്, തിരുമ്പ വന്നിട്ടേ പോയി സൊല്ല്.